Good morning. Today we are going to talk about weighted average method. Weighted average price is equal to total cost of material divided by total units in stock. Weighted average price as a price which is calculated by dividing the total cost of materials in stock by the total quantity of materials in that stock. The issue price is calculated by dividing the total cost of materials in stock by the total quantity in stock. Suppose the following are the three different lots of materials in stock when the material is to be issued. 300 units at the rate rupees 11, 400 units at the rate rupees 10, 300 units at the rate rupees 12. In this case, the weighted average price at which issue is to be made. Weighted average price is equal to total cost of material divided by total units in stock. Total cost is here 300 into 11 plus 400 into 10 plus 300 into 12 divided by 300 units plus 400 units plus 300 units is equal to 10,900 divided by 1000 is equal to 10.90 is a material issue price. The following transaction took place in respect of material during March 2014. 1st March, balance in store 600 units, rate per unit 4. 6th March, received 400 units, rate per unit 5. 8th March, issued 300 unit. 25th March, received 200 unit, rate per unit 6. 30th March, issued 250 unit. Prepare stores ledger under weighted average price method. Weighted average മെത്തേഡിൽ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഫസ്റ്റ് മാർച്ച് ബാലൻസ് ഇൻ സ്റ്റോർ 600 യൂണിറ്റ്. ബാലൻസ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ക്വാണ്ടിറ്റി 600, റേറ്റ് 4, എമൗണ്ട് 2400. 6th മാർച്ചിൽ received 400 unit at the rate rupees 5. Receipt കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ക്വാണ്ടിറ്റി 400, റേറ്റ് 5, എമൗണ്ട് 2000. 6th മാർച്ചിൽ നമ്മളുടെ ബാലൻസ് എന്ന് പറയുന്നത് നിലവിലുള്ള ബാലൻസ് 600 യൂണിറ്റ് പ്ലസ് 6th മാർച്ചിൽ വാങ്ങിച്ച 400 യൂണിറ്റ് കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1000 ആയിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത് നിലവിൽ ബാലൻസിൻ്റെ എമൗണ്ട് കോസ്റ്റ് 2400ഉം അതിൻ്റെ കൂടെ ഇപ്പോൾ 6-ാം തീയതി വാങ്ങിയ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 2000 കൂടെ ആഡ് ചെയ്ത് 4400. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4400 ഡിവൈഡഡ് ബൈ 1000 4.40. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ യൂണിറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് 6th മാർച്ചിൽ 1000 യൂണിറ്റ് ആണ്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 4400 ആയിട്ടുണ്ട്. തുടർന്ന് 8th മാർച്ചിൽ 300 യൂണിറ്റ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അത് ഏത് പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഇവിടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആയതുകൊണ്ട്
300 യൂണിറ്റാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് അനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, 4400 ആണ്. 6-ാം തീയതി 4400 ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുക. അത് എന്തിനു തുല്യം തന്നെയാണ്? 600 ഇൻറ്റു 4 പ്ലസ് 400 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് 4400 ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കിട്ടുക. അതേ ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുക 600 പ്ലസ് 400 1000 യൂണിറ്റ്. അങ്ങനെ വെയ്റ്റഡ് പ്രൈസ് മെത്തേഡ് അനുസരിച്ച് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 4.40 ആണ്. അപ്പോൾ 8th മാർച്ചിൽ മെറ്റീരിയൽ ഇഷ്യൂ കോളത്തിൽ 300 യൂണിറ്റ്സ് ക്വാണ്ടിറ്റി 4.40 അതിൻ്റെ മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസ്, എമൗണ്ട് 1320. ഇനി 8th മാർച്ചിൽ ബാലൻസ് വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, 1000 യൂണിറ്റിൽ നിന്നും 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 700 യൂണിറ്റാണ് ബാലൻസ് ഉള്ളത്. അത് റെക്കോർഡ് ചെയ്യുക ക്വാണ്ടിറ്റിയുടെ കോളത്തിൽ. ദെൻ അതിൻ്റെ ബാലൻസ് എമൗണ്ട് നമ്മൾ കാണുക എങ്ങനെയായിരിക്കും? 6-ാം തീയതി നിൽക്കുന്ന 4400 എമൗണ്ടിൽ നിന്നും 8-ാം തീയതി ഇഷ്യൂ ചെയ്ത എമൗണ്ടായ 1320 ലെസ് ചെയ്യുമ്പോൾ 8-ാം തീയതിയിലെ ബാലൻസിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. അതാണ് 3080 എന്ന് പറയുക. ഇനി അതിൻ്റെ പെർ യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 4.40 ആണ്. അത് നമുക്ക് കിട്ടുക 3080 ഡിവൈഡഡ് ബൈ 700 എടുക്കുമ്പോൾ 4.40 പെർ യൂണിറ്റ് റേറ്റ് കിട്ടുന്നതുമാണ്. ഇനി നെക്സ്റ്റ് 25th മാർച്ചിൽ 200 യൂണിറ്റ് റിസീവ് ചെയ്തു, റേറ്റ് 6. അത് റിസീപ്റ്റ് കോളത്തിൽ കാണിക്കുക. ക്വാണ്ടിറ്റി 200 യൂണിറ്റ്, റേറ്റ് 6, എമൗണ്ട് 1200. അപ്പോൾ 25-ാം തീയതി നമ്മളുടെ ബാലൻസ് എന്ന് പറയുന്നത് 700 യൂണിറ്റ് നിലവിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 200 യൂണിറ്റ് 25-ാം തീയതിയിലെ കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 900 യൂണിറ്റ് ടോട്ടൽ വരുന്നു, ടോട്ടൽ യൂണിറ്റ്സ്. ദെൻ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുക 8-ാം തീയതി ബാലൻസ് നിൽക്കുന്ന 3080 കൂടെ ഈ പറയപ്പെടുന്ന 1200 25-ാം തീയതി റിസീവ് ചെയ്ത മെറ്റീരിയൽ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4280 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 25th മാർച്ചിൽ ലഭിക്കുക. തുടർന്ന് 30th മാർച്ചിൽ വീണ്ടും ഇഷ്യൂ ഉണ്ട്, മെറ്റീരിയൽ ഇഷ്യൂ. അത് 250 ആണ്. അപ്പോൾ അത് ഏത് റേറ്റിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്? അതിന് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. അപ്പോൾ 30-ാം തീയതി 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 4280 ആണ്. അതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 900 ആണ്. അപ്പോൾ 30th മെറ്റീരിയൽ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 4280 ഡിവൈഡഡ് ബൈ 900, അപ്പോൾ 4.75. അപ്പോൾ 30-ാം തീയതി 250 യൂണിറ്റ് 4.75 റേറ്റിൽ ഇഷ്യൂ ചെയ്യുക. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുക 1187.5. 30-ാം തീയതി ബാലൻസ് നമുക്ക് അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുക 650 യൂണിറ്റ്സ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 4280 നിന്നും ഈ 1187.5 ലെസ് ചെയ്യുക. അപ്പോൾ 3092.50 ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ലഭിക്കും. ദെൻ അതിൻ്റെ റേറ്റ് എന്ന് പറയുക 3092.50 650 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ലഭിക്കുന്നതുമാണ്.
അപ്പോൾ ഈ രീതിയിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് എന്നുള്ള അടിസ്ഥാനത്തിൽ മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസസ്സാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുക.